രാത്രിയിൽ വൈദ്യുതി ഉപയോഗിച്ചാൽ ഇനി ബില്ല് കൂടുതലാകുമോ? വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമോ? ലൈറ്റും ഫാനും ഇട്ടാൽ പോലും പോക്കറ്റ് കീറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് സംവിധാനത്തിൽ വലിയൊരു മാറ്റത്തിനൊരുങ്ങുകയാണ് KEC. അടുത്ത 5 വർഷത്തേക്കുള്ള വൈദ്യുതി നിരക്ക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില കരട് മാർഗനിർദ്ദേശങ്ങൾ കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 2027 ഏപ്രിൽ 1 മുതൽ 2032 മാർച്ച് 31 വരെ സംസ്ഥാനത്ത് ഈടാക്കേണ്ട വൈദ്യുതി നിരക്കുകൾ സംബന്ധിച്ചുള്ള KECയുടെ ഈ അപേക്ഷ പുതിയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമാണ് അന്തിമ റെഗുലേഷൻ പ്രഖ്യാപിക്കുക. പുതിയ കരടിലെ ഏറ്റവും പ്രധാന നിർദ്ദേശം സമയം അടിസ്ഥാനമാക്കിയുള്ള വൈദ്യുതി നിരക്ക്, അതായത് ടൈം ഓഫ് ഡേ. ഈ സംവിധാനത്തിന്റെ ഒരു വ്യാപനമാണുള്ളത്. പകൽ സമയത്ത് സോളാർ വൈദ്യുതി കൂടുതൽ ലഭ്യമാകുന്നത് കൊണ്ട് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കും. എന്നാൽ വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടുതലുള്ള രാത്രിയിലെ പീക്ക് സമയങ്ങളിലെ നിരക്ക് കുത്തനെ ഉയർന്നേക്കും. നിലവിൽ പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ സംവിധാനം ബാധകമാകുന്നത്. അങ്ങനെ ഈ പുതിയ നിർദ്ദേശം നടപ്പിലായി കഴിഞ്ഞാൽ കൂടുതൽ ഉപഭോക്താക്കൾ ഇതിന്റെ പരിധിയിലേക്ക് വരും. ഇതിലൂടെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേസമയം വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന മറ്റൊരു നിർദ്ദേശവും ഈ കരടിൽ തന്നെയുണ്ട്. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയതിലൂടെ 2024 വരെ KECക്കുണ്ടായ നഷ്ടം 2031 മുൻപ് നികത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ തുക 2027 മുതൽ ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കുമെന്നാണ് ശുപാർശ. അങ്ങനെ ഒരു കാര്യം നടപ്പിലായാൽ വൈദ്യുതി ബില്ലിൽ സ്വാഭാവികമായും വർധനയുണ്ടാകും. കൂടാതെ നിലവിലെ സ്ലാബ് അടിസ്ഥാനത്തിലുള്ള ഫിക്സഡ് ചാർജിന് പകരം ആകെ വൈദ്യുതി ഉപയോഗം കണക്കാക്കി ഫിക്സഡ് ചാർജ് നിശ്ചയിക്കുക, ഇന്ധന സർചാർജ് മാസം തോറും കൃത്യമായി ഈടാക്കുക, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഈ കരടിൽ പറയുന്നുണ്ട്. എന്നാൽ ബാറ്ററി സ്റ്റോറേജ് സംവിധാനമുള്ള സോളാർ ഉപഭോക്താക്കൾക്ക് പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഇളവ് നൽകാനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട്. പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 25 വരെ കരടിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും മറ്റും സമർപ്പിക്കാം. ചുരുക്കത്തിൽ രാത്രി വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ ബില്ല് കൂടാനും പകൽ ഉപയോഗിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭിക്കാനുമുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്ക് കേരളം നീങ്ങുന്നു. ഈ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമായാൽ സാധാരണക്കാരന്റെ വൈദ്യുതി ബില്ലിൽ എത്ര രൂപയുടെ അധിക ഭാരം വരും? ഇതാണ് ഇനി നിർണായകമായിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.